ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു മഷ്റൂം റെസിപ്പിയാണ് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത്. നല്ല ഡ്രൈ റെസിപ്പിയാണിത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കടക്കാം. എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്നൊക്കെ ഒന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ കുരുമുളകും, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടേബിൾ സ്പൂൺ മല്ലി, മുഴുവൻ മല്ലിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 2 ചുവന്ന മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കശ്മീരി മുളകാണെങ്കിൽ ഒരു 4-5 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമുക്കിത് പൊടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്തിട്ട് പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി അതേ പാനിൽ തന്നെ ഞാൻ 1 ടീസ്പൂൺ ഓയിലും 1 ടീസ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഇല്ലെങ്കിൽ ഗീ ചേർത്ത് കൊടുത്താലും മതി. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 200 ഗ്രാം മഷ്റൂം, ബട്ടൺ മഷ്റൂമാണ് അടുത്തത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. മഷ്റൂമിൽ വെള്ളം ഇറങ്ങി വന്നോളും. അതുകൊണ്ട് തന്നെ വെള്ളമൊന്നും ചേർക്കാതെയാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. ഇനി ഒന്ന് വറ്റിച്ചെടുക്കാം. ഓപ്പൺ ചെയ്തിട്ട് തന്നെ നമുക്കൊന്ന് കുക്ക് ചെയ്ത് വെക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റാറായ ആ സമയത്ത് ഞാൻ ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല മിനുസപ്പൊടി ആവണമെന്നൊന്നുമില്ല, ഫൈനായിട്ട് പൊടിയണം എന്നൊന്നുമില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു പകുതി സവാള ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. അതേപോലെ ഒരു കഷ്ണം ക്യാപ്സിക്കവും കൂടി ഇതേപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയും ക്യാപ്സിക്കവും ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും. അപ്പം അതെന്തായാലും നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കുക. ഇനി 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി കൂടി ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാവുന്നത് വരെ ആ മസാലയും പിന്നെ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഓപ്പൺ ചെയ്ത് ഫൈനലി നമുക്ക് കുറച്ച് മല്ലിയില കൂടെ തൂവിക്കൊടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം ഡ്രൈ ഫ്രൈ ഇവിടെ റെഡിയാണ്. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രൈ ഫ്രൈ റെസിപ്പിയാണിത്, മഷ്റൂം വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻസ് കൂടി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.